ഓണം കഴിഞ്ഞും ഒറ്റപ്പാലം ചെറുപ്ലശ്ശേരി റോഡ് നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ ഒറ്റപ്പാലം ഷർണൂർ എംഎൽഎമാർക്ക് പൊതുപരിപാടിയിൽ സുഗമമായി പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ബിജെപി പാലക്കാട് ജില്ലാ വെസ്റ്റ് പ്രസിഡന്റ് പി വേണുഗോപാൽ. പക്ഷേ ഓണം കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സുഗമമായിട്ട് ഈ ഭാഗത്തുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും എംഎൽഎമാർക്ക് വന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ സുഗമമായിട്ട് കഴിയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. ചെറുപ്പശ്ശേരി ഭാഗങ്ങളില് ചെറുപ്പശ്ശേരി, അതേപോലെ തന്നെ തൃക്കടീരി, അനങ്ങനടി, ഒറ്റപ്പാലം ഈ പ്രദേശങ്ങളിലെ എംഎൽഎമാരെ ഓണം കഴിഞ്ഞതിന് ശേഷം സുഗമമായിട്ട് വന്ന് കല്യാണത്തിനും അതേപോലെ മരണത്തിനും പോകുന്നത് പോലെ പൊതുപരിപാടികൾ വരാൻ നിന്നാൽ ജനങ്ങൾ ശക്തമായ പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ചെറുപ്ലശ്ശേരി ഒറ്റപ്പാലം റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് യുവമോർച്ച ചെറുപ്ലശ്ശേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വേണുഗോപാൽ. തകർന്ന് തരിപ്പണമായ റോഡിലൂടെ മാസങ്ങളായി ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരെയും ജീവനക്കാരെയും മെഡൽ നൽകി ആദരിച്ചും ബസ് യാത്രക്കാർക്ക് തൈലം നൽകിയുമാണ് യുവമോർച്ച വ്യത്യസ്ത സമരം സംഘടിപ്പിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ യുവമോർച്ച ചെറുപ്ലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അജീഷ് കുറുവട്ടൂർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രഞ്ജിത്ത് എഴുവന്തല സ്വാഗതവും വിശാഖ് മനു നന്ദിയും പറഞ്ഞു. യുവമോർച്ച നേതാക്കളായ എം ദൃശ്യക്, രാംദാസ് പി ടി, ബിജെപി നേതാക്കളായ എ പി പ്രസാദ്, കെ ഹരിദാസൻ, പി ജയൻ, എ ശ്രീനാരായണൻ, വിനോദ് കണ്ണാട്ടിൽ, ടി കൃഷ്ണകുമാർ, ബിജീഷ് നെല്ലായ, സ്മിത വി എസ് എന്നിവർ സംസാരിച്ചു. മെഡൽ നൽകി ആദരിക്കുകയാണ്. അവര് മാസങ്ങളായി അതിലൂടെ യാത്ര ചെയ്യുന്ന ബസ് ജീവനക്കാരെ നമ്മൾ ആദരിക്കുകയും അതോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് സൗജന്യമായിട്ട് മേലും കൈയും വേദന ഒഴിവാക്കാൻ വേണ്ടിയുള്ള തൈലം വിതരണം ചെയ്യുകയാണ്. അപ്പോൾ ആ തൈലം പ്രവർത്തകർ നിങ്ങളുടെ കയ്യിലെത്തിക്കും. അത് നിങ്ങൾ മേടിച്ച് ഈ സമരവുമായിട്ട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുക.